നമസ്കാരം. സംസാരം ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ പാർവതി നീ സംസാരിച്ചാൽ മതി, മോള് സംസാരിച്ചാൽ മതി. ഞാനിവിടെ പറയാൻ കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ അഞ്ച് അതുകൊണ്ടാണ് ഞങ്ങൾ പരിപാടി പങ്കെടുക്കാൻ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇത്രയും നല്ലൊരു പരിപാടി പങ്കെടുക്കുന്നത്. സൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയിലും ജപ്പാനിലുള്ള ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ എവിടെ താമസിച്ചല്ലോ 10 കിലോമീറ്റർ അത് ഗ്രൗണ്ടിലേക്ക് വരുന്നത് സൈക്കിൾ ഓടിയിട്ടാണ്. അവർക്കാണ് കാറിൽ വരാം, ഇതിന് വരാം, അത്രയും പ്രൊഫഷണൽ പ്ലേയേഴ്സ്. അപ്പോൾ സൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വലിയൊരു എന്താ പറയുക, നമുക്ക് ഫിറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് പേടി സാറുകളുടെ പേടിയില്ലായിരുന്നു. 40 വയസ്സ് കഴിഞ്ഞാൽ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി. എനിക്ക് 56 വയസ്സായി. ഞാനിപ്പോൾ ഈ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് ആലോചിച്ചിരിക്കുന്നു. പക്ഷെ എന്തായാലും ഗവൺമെൻറ് എല്ലാവരും ഇപ്പോൾ സാർ പറഞ്ഞപ്പോൾ 40 വയസ്സ് കഴിഞ്ഞാൽ സൈക്ലിംഗ് ചെയ്യുക, സ്വിമ്മിങ് ചെയ്യുക, സാർ പറഞ്ഞ സ്വിമ്മിങ് ചെയ്യുക. ഞങ്ങളൊക്കെ എൻ്റെ ബോഡിക്കിന് ഫിറ്റ്നസ് ആവുമ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാരണം തന്നെയാണ്. പിന്നെ നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാനാണ് ഇപ്പോഴത്തെ എല്ലാ പിള്ളേരും മയക്കുമരുന്നിന് ഭയങ്കര അടിമകളായി നടക്കുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഫങ്ഷൻസ് വെച്ചാൽ തീർച്ചയായിട്ടും ചെറിയ പിള്ളേരൊക്കെ വന്ന് ചെറിയ പിള്ളേർ പറഞ്ഞാൽ 2 ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മാറാൻ പറ്റും. ഒരു ലഹരിയില്ലാത്തൊരു കേരളമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ലഹരിയുണ്ട്, എനിക്ക് ഫുട്ബോളിനോടാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ലഹരി എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് നിൽക്കാനാണ്. ലഞ്ച് ആൻഡ് ആക്ട് ഒരു പാർവതിക്കുന്ന പറഞ്ഞാൽ ലഹരി എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യാനാണ് അല്ലേ. അതൊക്കെ ലൈഫ് ലോങ് നിൽക്കണതാണ്. മറ്റേതൊക്കെ ഷോർട്ട് പീരീഡാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരാൻ പറ്റുന്നു, നമ്മളെല്ലാവരും കാണാൻ പറ്റും. പാർവതിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് വലിയൊരു ഭാഗ്യം തിരുവനന്തപുരത്ത് നിങ്ങളുടെ പ്രോഗ്രാം വന്നത് കാണാൻ പറ്റുന്ന ഭാഗ്യം. താങ്ക് യു വെരി മച്ച്.